അന്നേരം ആ മോൻ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് സലിം കുമാറിൻ്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എടുക്കാൻ താമസിക്കണേ വിളി പ്രാർത്ഥിക്കണം. അത്രയും നേരം കൂടെ നമുക്ക് ആ മുഖമെങ്കിലും കാണാമല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. ഞാൻ ഇതുപോലെ 2 ആമക്കളെ ഞാൻ 10ലും പിന്നെ ഇന്ദ്രൻ അങ്ങോട്ട് ചേർന്നതേ ഉള്ളൂ എഞ്ചിനീയറിങ്ങിന്. 12 കഴിഞ്ഞ് ചേരാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്താണ് സുഗോട്ടൻ്റെ മരണം. അപ്പോൾ അവനിങ്ങനെ എൻ്റെ തോളത്ത് വന്ന് കൈവച്ച് എല്ലാം കഴിഞ്ഞിട്ട് അന്നേരം ചോദിച്ചില്ല, അമ്മേ ഇപ്പോൾ ഈ ഇങ്ങനെ വന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നവരൊക്കെ ശരിക്കും അച്ഛനെ കാണാൻ വന്നതായിരിക്കത്തില്ല അമ്മേ, സ്റ്റാഴ്സിനെ കാണാൻ വന്നതായിരിക്കും. പല പ്രാവശ്യവും പൃഥ്വി അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ താങ്ങാൻ പറ്റും ഈ വേണ്ടപ്പെട്ടവർ? എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ മൊബൈലുകാർക്കെല്ലാം കാശ് കൊടുത്താണ് ഓരോരുത്തർ കൊണ്ട് നടക്കുന്നത് 100% സത്യമാണെന്ന് തോന്നിപ്പിച്ച ഒരു ദിവസമാണ്. കാരണം ഇവർക്ക് കുറച്ച് കണ്ടൻറ്റ് വേണം, അത് റീലാക്കണം, എവിടെങ്കിലുമൊക്കെ ഇടണം, അത് 10 പേര് കാണണം. അപ്പോൾ ആ എണ്ണം കണ്ടവരുടെ എണ്ണം കൂടുമ്പോൾ കാശ് കിട്ടും. ഇങ്ങനെയാണോ കാശുണ്ടാക്കുന്നത്? അതാരാണോ ഈ കോൺഗ്രസ്സിൽ ഇത്ര വിവരദോഷി? അതും എനിക്ക് അറിഞ്ഞു. അതിനെയൊക്കെ പാർട്ടിയിലോട്ട് കയറാൻ സമ്മതിക്കരുതാണ് ഞാൻ പറയുന്നത്. ഞാൻ 100% ആ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുക. എൻ്റെ 2 മക്കൾക്കും ഇതേ അഭിപ്രായം ഉണ്ടായിരുന്നു സുഹൃത്തിൻ്റെ. ഞങ്ങളുടെ സംഘടനയിലുള്ള ഒരു വ്യക്തി പോലും അത് മുമ്പിൽ കൂടെ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് ഇന്നാരാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. ഈ മനുഷ്യൻ്റെ ചലനമറ്റ ശരീരം കാണാൻ പോകുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും അവിടെ ഉണ്ടെന്നും കാണണമെന്ന് പറഞ്ഞുകൂടെ? അതോ ചുമ്മാ ക്യാമറയിൽ ഞാനും വന്നോട്ടെ അവിടെ? അതങ്ങനെയുണ്ട്, കുറച്ച് പേര് സിനിമാക്കാരിലും ഉണ്ട്. അത്രയധികം തടിച്ചുകൂടിയിരുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഗാർഡ് ഓഫ് ഓണർ പോലും കൊടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ മല്ലികമ്മ ഉണ്ട്. മല്ലികമ്മ, 97-ലാണ് സുകുമാരൻ സാർ പോകുന്നത്. ആ സമയത്ത് രാജു പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരങ്ങുന്നുണ്ട്. അതായത് ഇന്ന് ഈ കാണുന്ന ഫോണൊന്നുമില്ലല്ലോ, പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും വരുന്ന സമയത്ത് അവിടെ ആളുകളുടെ ബഹളമാണ്. അപ്പോൾ പൃഥ്വിരാജ് ചോദിക്കുന്നു, അമ്മ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. ഈ 30 വർഷം കഴിഞ്ഞിട്ട് ഇതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ശരി, ഇപ്പം ഞാൻ പറയട്ടെ, ഒരു മെയിൻ സ്ട്രീം ചാനലിലെ ആൾക്കാരൊക്കെ വന്നു, അല്ലെങ്കിൽ പൊതുദർശനത്തിന് വെച്ചെടുത്ത് വന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ മറ്റേ എന്താ പറയുക ഹോസ്പിറ്റലിൽ ചെന്നു, ഇതെല്ലാം ആവശ്യത്തിൽ കൂടുതലെടുത്തു. ഈ മൊബൈലുകാരുടെ കാര്യമാണ് സഹിക്കാൻ വയ്യാത്ത. കാരണം എന്താ അറിയോ, ഈ ഒരു അനുഭവസ്ഥയാണ് ഞങ്ങൾക്ക് അന്ന് വീട്ടിൽ നിന്ന് കലാഭവനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വയ്ക്കുന്നു, അവിടുന്ന് സുഗോട്ടൻ്റെ ബോഡി എടുക്കാൻ താമസിക്കണേ വിളി പ്രാർത്ഥിക്കണം. അത്രയും നേരം കൂടെ നമുക്ക് ആ മുഖമെങ്കിലും കാണാമല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. അന്നേരം ആ മോൻ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ അത് സലിം കുമാറിൻ്റെ മോനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്ത് സത്യസന്ധമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് സലിം കുമാർ എന്നറിയാമോ? ഇപ്പം തന്നെ നിങ്ങൾ ആ ഒരു എന്താ പറയുക ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കൂ, പാർട്ടിയുടെ അനുഭാവിയായിട്ടല്ല അദ്ദേഹം എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വീകരണങ്ങൾ തന്നത് മുഴുവൻ ഞാൻ നാഷണൽ അവാർഡ് വാങ്ങി വന്നപ്പോൾ സ്ഥലത്തെ DYFIക്കാർ തന്നു എന്നും പറയുന്നു. അതൊക്കെ പക്ഷേ അത്രയും സത്യസന്ധമായിട്ട് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ആൺകുട്ടിക്ക്, ഒരു മകന് ആ അച്ഛനെ ഓർത്തുള്ള അഭിമാനം എന്തായിരിക്കും ആലോചിച്ചോ? അങ്ങനെയുള്ള ഒരു അച്ഛൻ പോയി, ഇനി അച്ഛൻ്റെ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള തോന്നൽ തന്നെ തകർത്തുകളയും അവരെ. കാരണം ഞാൻ ഇതുപോലെ 2 ആമക്കളെ ഞാൻ 10ലും പിന്നെ ഇന്ദ്രൻ അങ്ങോട്ട് ചേർന്നതേ ഉള്ളൂ എഞ്ചിനീയറിങ്ങിന്. 12 കഴിഞ്ഞ് ചേരാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്താണ് സുഗോട്ടൻ്റെ മരണം. അന്ന് ഈ കലാഭവനിൽ കൊണ്ടുവച്ചു. പാവം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഓടി വന്നു. മമ്മൂട്ടി വന്നപ്പോഴത്തേക്ക് അന്ന് ഈ പറഞ്ഞിട്ട് ഇതുപോലെ വലിയ ബഹളം, അടുത്ത ആൾ വന്നപ്പോഴും ബഹളം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് മോനിങ്ങനെ ഒരുമാതിരി നിർവികാരനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടവും സഹിക്കാൻ വയ്യ. അവർ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് എടുക്കും, ആംബുലൻസ് വന്ന് നിൽക്കുന്നു, എടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു. അപ്പോൾ ആ ഒരു വെപ്രാളം. അപ്പോൾ അവനിങ്ങനെ എൻ്റെ തോളത്ത് വന്ന് കൈവച്ച് എല്ലാം കഴിഞ്ഞിട്ട് അന്നേരം ചോദിച്ചില്ല, അമ്മേ ഇപ്പോൾ ഈ ഇങ്ങനെ വന്ന് കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നവരൊക്കെ ശരിക്കും അച്ഛനെ കാണാൻ വന്നതായിരിക്കത്തില്ല അമ്മേ, സ്റ്റാഴ്സിനെ കാണാൻ വന്നതായിരിക്കും, അവർക്ക് വേറൊരു സ്ഥലം കൊടുത്തൂടെ? അവരെന്നോട് ചോദിച്ച ചോദ്യമാണ്. അന്നിപ്പോൾ SSLCക്ക് പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ അതേ ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും വന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് സമാധാനിപ്പിച്ചു വിട്ടു. പക്ഷേ അത് പല പ്രാവശ്യവും പൃഥ്വി അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ താങ്ങാൻ പറ്റും ഈ വേണ്ടപ്പെട്ടവർക്ക്? ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് പറയാൻ തന്നെ കാര്യം, അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ ഷൂട്ടിങ് വേഷമൊന്നും ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനിരിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങളിവിടെ ഇത്രയും ദൂരം മെനക്കെട്ട് വന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ഒന്നാമത് അദ്ദേഹം നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാനായിട്ട് പോലീസുകാർ തയ്യാറെടുക്കുക.
ഈ പോലീസുകാർക്ക് അവരുടെ റൈഫിളൊന്നും താക്കാൻ പറ്റുന്നില്ല ഈ മൊബൈലുകാർ കാരണം. ഒന്ന്. രണ്ടാമത്, ഒരു മര്യാദ വേണ്ടേ? ഇത്രയും വർഷക്കാലം ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ തൊട്ട് പുറകിൽ കസേരയിലിരിക്കുകയാണ്. അവരുടെ മുമ്പിലങ്ങ് മറഞ്ഞങ്ങ് നിൽക്കുക. എന്നിട്ടും പാവം ആരോ വിളിച്ചുകൊണ്ട് വന്നപ്പം ആ കരച്ചിലും, ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഒരു ഒറ്റ അപേക്ഷയുള്ളൂ. കാരണം കുറച്ചും കൂടി ഒരു വകതിരിവോടുകൂടി പെരുമാറണം. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ മൊബൈലുകാർക്കെല്ലാം കാശ് കൊടുത്താണ് ഓരോരുത്തർ കൊണ്ടു നടക്കുന്നത് 100% സത്യമാണെന്ന് തോന്നിപ്പിച്ച ഒരു ദിവസമാണ്. കാരണം ഇവർക്ക് കുറച്ച് കണ്ടൻറ്റ് വേണം, അത് റീലാക്കണം, എവിടെങ്കിലുമൊക്കെ ഇടണം, അത് 10 പേര് കാണണം. അപ്പോൾ ആ കണ്ടവരുടെ എണ്ണം കൂടുമ്പോൾ കാശ് കിട്ടും. ഇങ്ങനെയാണോ കാശുണ്ടാക്കേണ്ടത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അത്രയും ഒരു വിദ്യാഭ്യാസമോ വകതിരിവോ ഒരു കുടുംബ മര്യാദകളോ അറിയാൻ വയ്യാത്ത പിള്ളേരാണ് ഈ ഫോണുമായിട്ട് നടക്കുന്നത്. എനിക്ക് എന്തെങ്കിലും എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട്. നമ്മുടെ ശ്രീ സതീശൻ അവർ അവിടെ വന്നപ്പോൾ ആരാണ്ടോ ഒരു ഷോളോ എന്തോന്നോ, അപ്പോൾ ഞാൻ കണ്ടു കൈകൊണ്ട് തട്ടുന്നതൊക്കെ കിടക്കും. കാരണം ഞാനാണ് ആ വീഡിയോ മുഴുവനും രാവിലെ മുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഇവിടെ പെട്ടുപോയി, എനിക്ക് അങ്ങ് സഹിക്കുന്നില്ല. അത് തട്ടിക്കളഞ്ഞു. അപ്പം അത്രയും ഒരു മുഖ്യമന്ത്രി കാണിച്ചപ്പോഴെങ്കിലും ഇവർ മനസ്സിലാക്കണ്ടേ, അയ്യോ നമ്മളങ്ങനെ കയറി തള്ളുന്നത് ശരിയല്ല. അദ്ദേഹം പോലും അതാരാണാവോ ഈ കോൺഗ്രസ്സിൽ ഇത്ര വിവരദോഷി, അതും എനിക്ക് അറിഞ്ഞോളൂ. അതിനെയൊക്കെ പാർട്ടിയിലോട്ട് കയറാൻ സമ്മതിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നു. ഇത് എനിക്കിപ്പോഴും എനിക്ക് മനസ്സിനകത്തൊരു സങ്കടം. എനിക്ക് സലീംകുമാറിൻ്റെ ഭാര്യയുടെ ആ കരച്ചിലുണ്ടല്ലോ, എൻ്റെ മോനെ, അതൊന്നും നമുക്ക് അത് അനുഭവിച്ചിറക്കേ അതറിയുള്ളൂ. ആ മുഖം കുറച്ച് നേരം ബഹളങ്ങളില്ലാതെ സ്വസ്ഥമായിട്ട് 2 മക്കളെയും ചേർത്ത് പിടിച്ച് അവിടെ നിൽക്കാൻ ഒരു ഭാര്യയ്ക്ക്, ഒരമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അയ്യോ നിങ്ങളത് മാറിക്കേ, 5 മിനിറ്റ് ചേച്ചി അവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഈ പറഞ്ഞ പോലെ ബഹളമല്ലേ, എല്ലാവരും വരുന്നവർ നോക്കുന്നു പോകുന്നു. അപ്പോൾ ഇവിടെ തൊട്ട് പുറകിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇരിക്കുന്നതെന്ന് പോലും ശ്രദ്ധിക്കാൻ ഈ മൊബൈലുകാർ, സോഷ്യൽ മീഡിയയ്ക്ക് ഇല്ല, വരുന്നവർക്ക് ചിന്തയില്ല. എന്നാൽ വരുമ്പോഴേ കണ്ടുകൂടെ അവരവിടെ ഇരിക്കുന്നത്? അയ്യോ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും, ഒന്ന് മാറി ഇപ്പുറത്തൂടെ പോകാം എന്ന് ചിന്തിച്ച ഒരാളെ ഞാനവിടെ കണ്ടില്ല. അതുകൊണ്ട് ഒരൊറ്റ അപേക്ഷയുള്ള എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാനെപ്പോഴും ആലോചിക്കും, കണ്ണദാസൻ്റെ ഒരു പ്രസിദ്ധമായ കവിതയുണ്ട്, നിങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ അറിയുമെന്നറിയത്തില്ല. വീട് വരെ ഉറവ്, വീഥി വരെ മനൈവി, കാട് വരെ പിള്ളൈ, കടസി വരെ ആരോ. അത് തമിഴാണ്, വലിയ പ്രസിദ്ധമായ ഒരു പാട്ട്. അതായത് അത് നമ്മുടെ ദാസേട്ടൻ പാടിയതാണ്. വീട്ടിൽ സ്നേഹം, അങ്ങേ അറ്റത്തെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന വീട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരാൾ പോകുമ്പോൾ ഭാര്യയ്ക്ക് ചെന്നെത്താവുന്നത് വീഥി വരെ മനൈവി, വഴി വക്കത്ത് വരെ ഭാര്യയ്ക്ക് പോകാം. അവിടുന്ന് അങ്ങോട്ട് കാട് വരെ പിള്ളൈ എന്ന് പറഞ്ഞാൽ ശ്മശാനമാണ് ഉദ്ദേശിക്കുന്നത്. അതുവരെ അനുഗമിക്കുന്നത് മക്കളാണ്. ശരി, അതുവരെ മക്കൾ കൂടെ പോയി ചിതയിലോട്ട് വെച്ചു, അത് കത്തിച്ചു. പിന്നെ അവിടെ നിന്നുള്ള യാത്ര ആരാ? കടസി വരെ ആരോ, അതാർക്കും പറഞ്ഞൂടാ, അല്ലേ? അപ്പോൾ അത്രയും മനോഹരമായ ഒരു ഞാനെപ്പോഴൊന്നും ആലോചിക്കും, നമുക്കൊക്കെ അടുത്തിരിക്കാൻ പറ്റിയൊരു സമയമുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് പോലും അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ വരെ ചെല്ലാം, അതിനപ്പുറത്തേക്ക് പോകാൻ ഒന്നില്ല. അപ്പോൾ ഉള്ള സമയം അവർക്ക് വിട്ടുകൊള്ളേ. ഞാൻ പറയുന്നത്, ഈ പൊതുദർശനം അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റല് അതെല്ലാം അനുവദിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ വളരെ റെസ്ട്രിക്റ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെപ്പറ്റി എടുത്ത് ഏതെങ്കിലും ചാനലിൽ വലിയ ഒരു പ്രധാന വാർത്തയിൽ കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നു. മെയിൻ സ്ട്രീം ചാനലുകാർ 2-3 വന്നാലും അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിളക്കൊന്നും വെച്ചെടുത്തോട്ട് വരരുത്, നിങ്ങൾ കുറച്ച് മാറി നിന്നെടുത്തോളം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ഈ മൊബൈലുകാരെ കർശനമായിട്ട് നിരോധിക്കണം. അതിനുള്ളൊരു സംവിധാനം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെയാണ്, മുഖ്യമന്ത്രിയുടെ സുഹൃത്തും കൂടെയാണ് സലീം. ഞങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ അപേക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് സാധിക്കും, കുറച്ച് വളരെ ഒരു ഈ പറഞ്ഞതിൻ്റെ തൊട്ട് കർശനമായിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള കുട്ടികളെ, ഈ മൊബൈലുമായിട്ട് വരുന്നവരെ ഇവിടെ എല്ലാം കയറിയാലും ശരി, അവസാനത്തെ ചടങ്ങ് ഒരു വായ്ക്കരി ഇടുന്ന സമയത്തെങ്കിലും ആ ഭാര്യയ്ക്കും മക്കൾക്കും സ്വസ്ഥമായിട്ട്, അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അത് ഏത് മതമാവട്ടെ, ഏത് ജാതിയാവട്ടെ, അവസാനം അതങ്ങോട്ട് കുഴിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് അത് അടുത്തിരിക്കുന്നിടത്ത് നിങ്ങളാരും പോകരുത് എന്ന് പറയേണ്ട ഒരു സംവിധാനം കൊള്ളണമെന്ന് നിങ്ങൾ മെയിൻ സ്ട്രീം ചാനലുകാർ ഉത്സാഹിക്കണം. അത് ബന്ധപ്പെട്ടവരെ ധരിപ്പിക്കണം. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇരുന്ന് അപേക്ഷിക്കാനേ ഒക്കുള്ളൂ, നടപ്പാകുമെന്നൊന്നും അറിയത്തില്ല. സലീം പറഞ്ഞ പോലെ ഏത് പാർട്ടിയിൽ നിന്നാലും പാർട്ടിക്കാർക്ക് ഇപ്പം നമ്മളൊക്കെ പറയുന്നതിനെക്കാട്ടിൽ വില ഒരു പക്ഷേ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും, അല്ലേ? ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമമൊക്കെ പറഞ്ഞാൽ കുറേ കൂടെ അവരെ ശ്രദ്ധിക്കുമായിരിക്കും. നമ്മളൊക്കെ പറയുമ്പം ആ പറയുന്നത് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ.
അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ സങ്കടം എന്ന് പറയുന്നത് ഇന്നലെ വേണ്ടത്ര ഒരു സമയം ഭാര്യയ്ക്കും മക്കൾക്കും സ്വസ്ഥമായിട്ടിരിക്കാം. അങ്ങനെയുള്ളപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു ചലനമറ്റ ശരീരത്തിന് മുമ്പിൽ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ നോക്കിയിട്ട് പോലീസുകാർക്ക് നിൽക്കാൻ സമ്മതിക്കാത്ത ഫോട്ടോ എടുപ്പു. ഞാൻ 100% ആ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുക. എൻ്റെ 2 മക്കൾക്കും ഇതേ അഭിപ്രായം ഉണ്ടായിരുന്നു. സുഖത്തിൻ്റെ അമ്മേ വീട്ടിലൊക്കെ വന്നാൽ പിന്നെ വീട്ടിൽ മതിയായിരുന്നു അമ്മേ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു അമ്മേ എന്നൊക്കെ പറയുകയാണ് അവസാനം കുഞ്ഞുങ്ങൾ. കാരണം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കയറി വരുന്നവർ നമുക്കൊരു നിയന്ത്രണം ഉണ്ടല്ലോ. ഇതിപ്പോൾ വഴിക്കാണ് റോഡിൽ കൂടെ പോയവരും കലാഭവനിൽ കയറുക മമ്മൂട്ടിയെ കണ്ടപ്പോൾ. എന്താ സംഭവം എന്ന് പോലും ചിലപ്പോൾ ചേട്ടൻ അറിയില്ല. അപ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ് മോനെ. അത് പെട്ടെന്ന് മാറത്തില്ല. അത് ഞങ്ങൾ കണ്ടവർക്കേ മാറുന്നില്ല ആ വേദന. അപ്പോൾ അത് അനുഭവിച്ചവർക്ക് എന്തായിരിക്കും. അമ്മ, ഈ സലീം കുമാറിൻ്റെ ഭാര്യയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കണം. കാരണം മൊത്തം ക്യാമറ കണ്ണുകളിലും അവരിലേക്കാണ് നീങ്ങിയത്. അവരങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല, ഒന്നുമല്ല. പക്ഷേ ഈ അവരുടെ മുന്നിൽ കൂടെ ആളുകൾ പോകുന്ന കാഴ്ച, നിരച്ചു കാണാൻ പറ്റാതെ നിൽക്കുന്ന കാഴ്ച, അതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞ വിഷമം ഉണ്ടാകുന്നത്. ഞാൻ ഇന്നലെ കണ്ടു, ഞങ്ങളുടെ സംഘടനയിലുള്ള ഒരു വ്യക്തി പോലും അത് മുമ്പിൽ കൂടെ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് ഇന്നാരാണെന്ന് ശ്രദ്ധിക്കുന്നില്ല. ആദ്യം അറിയാതെ അദ്ദേഹം കയറി മുമ്പിൽ നിന്നു. അപ്പോൾ ആരോ തോളത്ത് തട്ടുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് മാറി നിന്നു. എന്തിനാ പിന്നെ അവിടെ പോയത്? ഈ മനുഷ്യൻ്റെ ചലനമറ്റ ശരീരം കാണാൻ പോകുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും അവിടെ ഉണ്ടെന്നും കാണണമെന്ന് പറഞ്ഞുകൂടെ? അതോ ചുമ്മാ ക്യാമറയിൽ ഞാനും വന്നോട്ടെ അവിടെ? അതങ്ങനെയുണ്ട്, കുറച്ച് പേര് സിനിമാക്കാരിലും ഉണ്ട്. ഞാൻ വലിയ താരങ്ങളല്ല, അവരൊക്കെ പോയത് വേദനയോടുകൂടി തന്നെയാണ് പോകുന്നത്. അല്ലാതെ പോകുന്നവരുണ്ട്, ഞാനിവിടെ വന്നു. അങ്ങനെയുള്ളവർക്കാണല്ലോ ഈ കുറച്ച് മാറി നിന്ന് കാണുന്നതിലും പ്രമുഖരുടെ കൂടെ നിന്നിടിക്കാനുള്ളൊരു താല്പര്യം. ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറയുന്നത്. സത്യം, മനുഷ്യർക്ക് വിവരമില്ലാതായാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല മോനെ. എന്തും കാണിച്ച് എൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള വിചാരക്കാർ ഒരുപാട് പേരുള്ളൊരു സമൂഹത്തിലാണ്. പക്ഷേ അത് കാണിക്കേണ്ടത് ഒരു മരണ വീട്ടിലല്ല. അവർ വല്ല പരിപാടിക്കോ അവാർഡ് നൈറ്റിനോ ധാരനിശയ്ക്കോ ചലച്ചിത്രോത്സവത്തിനോ ഒക്കെ നടന്നോട്ടെന്നേ, അവിടെയൊക്കെ എന്തും കാണിച്ചോട്ടെ. പക്ഷേ ഇവിടെ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, സത്യം ഞാൻ പറയട്ടെ, ഞാൻ ആലോചിച്ചു, ഇന്നലെ തന്നെ പോകണ്ട, ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കൊച്ചിക്ക് പോവാം, ഞാനവിടെ പോകും, ഞാൻ കാണും. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇടിച്ച് അവരെയൊക്കെ തള്ളിയിട്ടോണ്ട് എനിക്കതൊന്നും താങ്ങാനൊക്കത്തില്ല. കാരണം ഞാൻ ഇതേ ദുഃഖം അനുഭവിച്ച് ഇതേ ചോദ്യം എൻ്റെ മക്കൾ അന്ന് 10ൽ പഠിക്കുന്ന പൃഥ്വിരാജ് ദേഷ്യത്തോടുകൂടിയാണ് പറയും, എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങോട്ട് കയറ്റുന്നതെന്ന്. അതവനറിയത്തില്ലെന്ന്. 15 വയസ്സേ ഉള്ളൂ. അവൻ വിചാരിച്ചു, അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്തിനാ അമ്മ ഇവർ ബഹളം വയ്ക്കുന്നത് എന്നുള്ള സങ്കടമാണത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്തവനെന്നും ആ പ്രദേശത്ത് കയറ്റരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇത് ശ്രീനിവാസൻ സാറിൻ്റെ മരണത്തിനും ഇതേപോലെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ പല ആളുകളുടെയും ബോധമില്ലാതെ സെൽഫി എടുക്കുന്ന കാര്യം ഉൾപ്പെടെ കണ്ടു. ഈ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ താരങ്ങളെ കാണുമ്പോൾ സത്യം, അത് ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അത് സെൽഫി എടുക്കുന്നതൊക്കെ. അതെ ഞാൻ പറഞ്ഞത്, ഈ എടുക്കാൻ വരുന്നവനെ ഇച്ചിരി നമുക്ക് ചീത്തപ്പേര് വരും, അവൻ്റെ അഹങ്കാരം, അവൻ ഞങ്ങളെ തട്ടിക്കളഞ്ഞു എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ മോനെ, ആ പറച്ചിലുകൾക്കൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന് തോന്നി ഇവനെങ്കിലും ഒരു നല്ല മനസ്സുണ്ടല്ലോ എന്ന്. സത്യം, ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടെ പോയി സെൽഫി എടുക്കുക, അവിടെ പോയി ഷോൾ ഇടാൻ നോക്കുക. എന്തെല്ലാം ചിരിച്ചുകൊണ്ട് ഇത് വർത്തമാനം പറയുന്നുണ്ടോ ചിലരൊക്കെ, എന്തോ തമാശ പറഞ്ഞിട്ടൊക്കെ. എനിക്ക് ഞാൻ പേര് പറയുന്നില്ല, അല്ലെങ്കിലേ ഞാൻ ശത്രുവാണ്. അല്ല, സത്യം ഉണ്ട്. വന്നിരുന്നിട്ട് പുറകെ നിരന്നിരുന്നേച്ച് അവർ തമ്മിലുള്ള സംസാരം, അവർ തമ്മിൽ സംസാരിക്കാൻ പുറത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട്. ഈ മരണ വീട്ടിൽ ചെന്ന് ഈശ്വര, ഞങ്ങളുടെയൊക്കെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്, ഇപ്പം എൻ്റെ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ അവിടെ ചെന്ന് നമഃശിവായ ജപിക്കുകയാണ് പതിവ്. അതല്ലേ മറ്റൊരു മതമാണെങ്കിൽ അതുപോലെ പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടില്ലേ, പള്ളിയിൽ പോയാലും ഉണ്ട്, എവിടെ പോയാലും ഉണ്ട്. നമുക്കത് ചൊല്ലാനറിയാൻ വയ്യെങ്കിലും അതിൽ ചേരുക കൈകൂപ്പി വെച്ചുകൊണ്ട്. അല്ലാതെ അവിടെ ചെന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ കാര്യം എനിക്ക് ഒന്നും മനസ്സിലാവില്ല. കേരളം ഒരു വല്ലാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെ പോകുന്നതെന്നുള്ളത് ചോദിച്ചാൽ അതിനൊന്നും ഞാൻ ഭരിക്കുന്നവരെയൊന്നും കുറ്റം പറയത്തില്ല. വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരെ പറയണം ഇങ്ങനെ ഇറക്കി വിടുന്നതിന്. തമാശ പറയല്ല, അവരൊക്കെ ഉപദേശിക്കണം. മോനെ, നീ എന്തോടാ കാണിച്ചത് TV-ൽ? അല്ലെങ്കിൽ എന്തോന്നാ നീ ഇപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനായിരുന്നു? മര്യാദയ്ക്ക് ആളൊക്കെ ഒതുങ്ങുമ്പോൾ പോയിട്ട് ആ ചേച്ചിയെ കണ്ടാൽ പോരെ, ആ കുഞ്ഞുങ്ങളെ കണ്ടാൽ പോരെ. അവിടെ ചെന്ന് കിടന്ന് TV-ൽ വരുമോ വരുത്തില്ലയോ, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് തന്നെ ഒരുപാട് കഷ്ടമല്ല. ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു പണിക്ക് നിൽക്കുന്ന സ്ത്രീയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ഞാൻ ഫ്ലാറ്റിലാണ്. പിന്നെ
എൻ്റെ ഡ്രൈവറുണ്ട്. എനിക്ക് സങ്കടം വന്നപ്പോൾ അവർ പറയുന്നത്, അമ്മേ ഇങ്ങനെയൊക്കെ അമ്മയുടെ പ്രായം കൊണ്ട് അമ്മ സങ്കടപ്പെടുന്നത്, ഈ സങ്കടമൊന്നും ചെറുപ്പക്കാർക്ക് വരത്തില്ല. ആയിരിക്കാം ചിലപ്പോൾ, എന്തോ ഞങ്ങളുടെ ഒന്നും കാലമല്ല മോനെ, ഒരുപാട് മാറിപ്പോയി. കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരെ പാര പണിയുക, തമ്മിലടിപ്പിക്കുക, പരദൂഷണം പറയുക. എല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ പറയാൻ തുടങ്ങിയ ഇവിടെ തീരുകയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സത്യം പറയാം, എനിക്ക് ഈശ്വരായ എൻ്റെ ദൈവമേ, സനൽകുമാറിൻ്റെ മോനെ ആര് പറഞ്ഞാലും അവൻ എൻ്റെ അങ്ങേപ്പുറത്തെ അനുഭവിക്കും. കാരണം ആ കുഞ്ഞിൻ്റെ വേദന, ഇതൊക്കെ പറയുമ്പോഴും ആ മുഖം കണ്ടില്ലേ, അങ്ങ് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് മുഖമൊക്കെ വിറയ്ക്കുന്നു. അതിൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതാണത്. ഒന്ന് മാറി നിൽക്കുക കേൾക്കണ്ടേ, വേറെ ആരെ കൊണ്ട് പറയിപ്പിക്കാൻ? സലീം പറയുന്ന പോലെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളുമാണ് ആ വീട്ടിൽ, വേറെ ആരും ഇല്ല ഞങ്ങൾക്ക് എന്ന് പലപ്പോഴും അദ്ദേഹം തുറന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ മൂത്ത മകനാണ് ഇനി ആ വീടിൻ്റെ കാർന്നവർ അല്ലേ, അതെങ്കിലും ആ കുഞ്ഞ് നോക്കണ്ടേ. എന്നിട്ട് അത് മനസ്സിലാക്കാൻ കെൽപ്പില്ല. ഇന്നലെ കുറേ കമൻറ്റുകളോ അയ്യോ, സത്യം ഞാൻ പറയണം, ഒരു വയസ്സായവരെ മനസ്സ് നൊന്ത് ഞാൻ പറയണം. ഏതവൻ കമൻറ്റ് എഴുതിയാലും ഇതിനേക്കാട്ടിൽ ഭയാനകമായ ഒരന്തരീക്ഷത്തിൽ അവർ ചെന്ന് പെടുകയും അവരുടെ കൂടെ ഒപ്പം ഒരു സഹായത്തിന് ഒരൊറ്റ ആളെ പോലും കിട്ടാത്തൊരവസ്ഥ വരികയും ചെയ്യുമ്പോഴേ അവർ ഈ വേദന അറിയുള്ളൂ. അല്ല, അതങ്ങനെ അറിയിപ്പിക്കും. ഇപ്പോൾ ദൈവം അങ്ങനെ, പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, അപ്പോഴപ്പോഴാണ് കൊടുക്കും. തീർച്ചയായിട്ടും വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വയസ്സായി, ഇനി ആരെ തിരുത്താൻ പറ്റും, ആരോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെയൊന്നും വാക്കുകൾക്ക് വിലയില്ലല്ലോ, ഒരിടത്തുമില്ല. ഇപ്പം ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത് അല്ലല്ല, ഞാൻ തമാശ പറയില്ല. കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുൻ മുഖ്യമന്ത്രിയെ ഒന്ന് പ്രശംസിച്ച് എവിടെയോ 1-2 വാക്കുകൾ ചിലപ്പോൾ എഴുതി, നല്ല പ്രവൃത്തി ചെയ്തു, ഞാൻ നന്നായിട്ട് അതിന് ഞാൻ എന്തൊക്കെ കിട്ടും, AK സെൻറ്ററിൽ നിന്നാണോ ചിലവിന് എഴുതുന്നത്? ഇന്നിപ്പം നമ്മുടെ ഇത്രയും വലിയ ശക്തനായ മുഖ്യമന്ത്രിയുടെ കൂട്ടുകാരെ പറയുന്നു, എനിക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് സ്വീകരണം തന്ന DYF, ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ കണ്ടത്, ഇവരാരും എന്നെ കാണിച്ചതാണ്, എൻ്റെ കൂടെ അഭിനയം. അപ്പോൾ എനിക്ക് തോന്നി, സത്യം പറയുന്നവർക്കാണ് ഈ നാട്ടിൽ വിലയില്ലാത്തത്. അല്ല, എന്നിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോടുള്ള സ്നേഹം കണ്ടോ, അവിടെ പോവുകയും അതിന് സഹകരിക്കുകയും ഒക്കെ. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ നേരത്തെ അംഗീകരിക്കണമായിരുന്നു, ഏത് പാർട്ടി ആയാലും ആരായിരുന്നാലും. അതെല്ലാം കഴിഞ്ഞ് എല്ലാ അംഗീകാരങ്ങളും ഒന്നും വേണ്ടേന്ന് പറഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിച്ചു. അസുഖം വന്നു. അപ്പോൾ ഉടനെ അദ്ദേഹം മാതാമൃതാനന്ദമയ്യെ പറ്റി പറഞ്ഞു. ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരാളിൻ്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടായിരിക്കുന്നേ, മിനിഞ്ഞാന്ന് തൊട്ട് ഞാനിതെല്ലാം കാണുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നാത്ത കാര്യങ്ങൾ, അവൻ്റെ മകനൊന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞ വാചകങ്ങൾ, ഇവനൊക്കെ മനുഷ്യനാണോ ഇതൊക്കെ? ഏതച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണ് ഇതെല്ലാം? എനിക്കറിയത്തില്ല. അത് ഏറ്റവും വിഷമമുണ്ടായ കാര്യം 2 ഉണ്ട്. ഒന്ന്, ചന്തുവിനെതിരെയുള്ള സൈബർ അറ്റാക്ക്, ചന്തു ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു. 2, സലീം കുമാർ മരിച്ചതിൽ ആനന്ദം കണ്ടെത്തുന്ന കമൻറ്റുകളുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങ് സത്യമാണ്. മരിച്ചപ്പോഴത്തേക്കും അതൊക്കെ കാണുന്നുണ്ടല്ലേ നിങ്ങളൊക്കെ? അയ്യോ എൻ്റെ പോലെ, ഞാനതൊന്നും പറയാത്തതാ. അതൊക്കെ കാണുമ്പോൾ സത്യം കയ്യും കാലും വിറയ്ക്കുമ്പോൾ, അയ്യോ എന്തൊരു മനുഷ്യരാണ്. ഞാനിതേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ദൈവമേ ഞങ്ങൾക്ക് ശിക്ഷിക്കാനുള്ള അവകാശം അങ്ങ് തന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം. ഈ പറയുന്ന ഓരോരുത്തർക്കും ഉണ്ടായണക്കെ ജീവിതത്തിൽ സലീംകുമാറിനെ കാണാത്ത വ്യക്തികളും ചുമ്മാ കമൻ്റ് ഇട്ടോളുക. ഇവനൊക്കെ എന്തിൻ്റെ സൂക്കേടാ? അവൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിക്കട്ടെ, അപ്പം കാണാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് റോമിയോയിലെ സീനാണ്, നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ള രംഗ്. ഒന്ന് സലീംകുമാറിനെ പറ്റി സംസാരിക്കാനാണ്. തീർച്ചയായിട്ടും. അയ്യോ, സലീമിനെ പോലെ ഒരു തുറന്ന ഹൃദയമുള്ള ഒരു വ്യക്തി അത് വളരെ കുറവാണ്. ഉള്ളതുപോലെ പറയുക, തൻ്റെ വിശ്വാസങ്ങൾ, തനിക്ക് ഓരോരുത്തരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതൊന്നും ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറയും. പക്ഷെ അതിലെല്ലാം ഒരു തമാശ കാണും. അപ്പോൾ നമുക്കൊരു വിരോധം കൊണ്ടാണ് പറയുന്നതെന്നുള്ള തോന്നത്തുമില്ല. തമാശ പറയില്ല, എല്ലാവരെയും കുറിച്ചും പറയും. എൻ്റെ മക്കളുടെ കൂടെ 2 പേരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ അഭിനയിച്ച പടത്തിൽ 1-2 പടങ്ങൾ വേറെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് സീനുകൾ ചെയ്തൊരു പടമാണ് റോമിയോ. എൻ്റെ ദൈവമേ. അപ്പോൾ ആ പടത്തിൻ്റെ സെറ്റിലെ ഓരോ ഹനീഫൊക്കെയുണ്ട്, അതാണ് 2 പേരൊന്നുമില്ല. ഹനീഫൊക്കെ ഉണ്ടായിരുന്നു, സലീം കുമാറുണ്ട്, ഞാനുണ്ട്. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്നും ഓർമ്മ നിൽക്കും. ഞാൻ അവിടെ വെച്ചാണ് സലീം കുമാർ എന്ന വ്യക്തിയെ ഞാനൊരു ആദരിച്ചു പോയത്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നെങ്കിലും എല്ലാത്തിനും സത്യസന്ധമായ ഒരു നിലപാട്, ഉറച്ച നിലപാട്, അതിൽ ആർക്കെങ്കിലും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുക ഒന്നുമില്ല. അദ്ദേഹം ശക്തനായ കോൺഗ്രസ്സുകാരനാണ്, സത്യം തന്നെയാണ്. ഞങ്ങൾ പല ചരിത്രങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ മറ്റവരെക്കുറിച്ച് പറയാനുണ്ടോ? അത് പറയും. അതിനെന്തിനാ പേടിക്കുന്നത്? നല്ലത് ആര് ചെയ്താലും നല്ലതാണെന്ന് പറയണമെങ്കിൽ അതിന് സത്യസന്ധമായൊരു മനസ്സ് വേണം. വേറെ ഉദ്ദേശങ്ങളുള്ളവർക്കായി സത്യം പറയാൻ മടി. അപ്പോൾ അതിനനുസരിച്ച് സുഖിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാഞ്ചാടും. അതാണ് കുഴപ്പം. അതിനൊന്നും സലീംകുമാറിനെ കിട്ടത്തില്ല. ഈശ്വര, ആത്മാവ് പൂർണ്ണ ശാന്തിയോടിരിക്കും. ഈ മക്കൾ 2 പേരും മിടുക്കരാവും. ചന്തു നോക്കിക്കൊണ്ടേ മലയാള സിനിമയുടെ ഒരു വലിയ വാഗ്ദാനമായിട്ട് മാറുകയും ചെയ്യും. സുകുമാരൻ സാറിൻ്റെ ചിത്രം സാക്ഷിയാക്കിക്കൊണ്ട് പറയാണ്, 30 വർഷം കഴിഞ്ഞിട്ടും ഒരു തരത്തിലും മാറ്റം ഉണ്ടാക്കാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേറെ ആരുമില്ലാതെ മല്ലികമ്മ തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാനും സമയം കണ്ടെത്തി ചോദിക്കാൻ ചെയ്യുന്നത്. മല്ലികമ്മ, ഒരുപാട് സന്തോഷം സംസാരിച്ചതിന്. തീർച്ചയായിട്ടും ന്യൂസ് പൈനറ്റ് എനിക്ക് ഇതിനു മുമ്പും പല പ്രാവശ്യം എന്നെ പലതിനുമൊക്കെ വിളിച്ചിട്ടുണ്ട്. ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു സംഭവം, എൻ്റെ വീട്ടിൽ ന്യൂസ് പൈനറ്റ് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മല്ലിക സുകുമാരൻ ലൂസ് ടോക്കർ എന്ന് എഴുതുന്നത് നിങ്ങളുടെ ചാനലിലാണ് ആദ്യം. അപ്പോൾ അത് അവിടെ തൊട്ടേ ഞാൻ എന്നെ പല പ്രാവശ്യം എല്ലാത്തിനും എൻ്റെ റിയാക്ഷനും അഭിപ്രായമൊക്കെ അറിയാൻ വിളിക്കാറുണ്ട്. സന്തോഷം മോനെ, ഇതൊക്കെ നിങ്ങളൊക്കെ ഇതിനും കൂടെയൊക്കെ ഒന്ന് ശ്രമിക്കണം. നിങ്ങളെ എൻ്റെ മക്കളെക്കാട്ടി ചെറുപ്പമാണ് നിങ്ങളൊക്കെ. ഇതുപോലുള്ള ഈ മൊബൈലുകാരെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക. സത്യം. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരെ ട്രെയിനിങ് കൊടുക്കണം. മേലാൽ അവിടെ വന്ന് കിടന്ന് ഇങ്ങനെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്നവരൊന്നും അല്ല. ഇത് ഇവർക്ക് കണ്ടൻറ് ഉണ്ടാക്കി അയച്ച് കാശുണ്ടാക്കല ലക്ഷ്യം. അത്രയേ ഉള്ളൂ.